ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവമായിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്, എന്നാലും പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ബൈറ്റ്സ് ആണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണക്കിയ പൈനാപ്പിൾ ബൈറ്റ്സ് കിട്ടാറുണ്ട്. ഇത് വെറുതെയും കഴിക്കാം, അല്ല നമുക്ക് ഇങ്ങനെ കറിയും വയ്ക്കാം. ആദ്യമായിട്ട് അരപ്പ് പറയാവേ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തു, അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു ചുവന്നുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. അതിനുശേഷം ഒരു പാൻ വയ്ക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കടുക്, ഉലുവ, പിന്നെ കറിവേപ്പില ഇവ ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമ്മുടെ പൈനാപ്പിൾ ബിറ്റ്സ് ആവശ്യമുള്ളത് അതിലേക്ക് ഇടുക. ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അതിനുശേഷം ചൂടുവെള്ളം, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്ത് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു വച്ചിരിക്കുന്ന ആ കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളവും, ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ച് ആ കോക്കനട്ട് മിക്സ് നന്നായി കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് 0 ആക്കി വയ്ക്കുക. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര്, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് ഒഴിക്കുക. എനിക്കിവിടെ ഇത്തവണ കുറച്ച് മോര് കിട്ടിയായിരുന്നേ, പുളിയുള്ള കുറച്ച് മോര് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അതാണ് ആഡ് ചെയ്തത്. അങ്ങനെ ആഡ് ചെയ്ത് നന്നായി കൈവിടാതെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണേ. നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കണം, ബിക്കോസ് അത് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഈ പൈനാപ്പിൾ ഞാൻ വേവിച്ചപ്പോൾ ഞാൻ കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ. കുറച്ച്, വളരെ ഒരു 1/2 സ്പൂണ് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ. അത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു നോൺ വെജ് കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പൈനാപ്പിൾ പുളിശ്ശേരി കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾ ബീഫ് ഒക്കെ ഉള്ള ടൈമിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാറുണ്ട്. വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.